ഞാനൊന്ന് ഏൽപ്പിക്കാൻ നേരത്ത് അന്നുണ്ടായിരുന്ന ടേൺ ഓവറിൻ്റെ ഒരു 5 ഇരട്ടി ഇന്ന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കഥ അദ്ദേഹത്തിന്റെ നാവിൽ തന്നെ കേൾക്കണത് എങ്ങനെ. തീർച്ചയായിട്ടും നമ്മൾ ജോലിയിലാണെങ്കിലും പണിയെടുക്കണം, ബിസിനസ്സിലാണെങ്കിലും പണിയെടുക്കണം, റിസൾട്ട് വേണമെങ്കിൽ. ഇവിടുത്തെ ഒറ്റ ഡിഫറൻസ് ഞാൻ കണ്ടേക്കുന്ന വെച്ചാൽ ടൈം ഇസ് വിതിൻ യുവർ കൺട്രോൾ. കറക്റ്റ്. മെയിൻ സംഭവം ഞാൻ കണ്ടേക്കുന്നത് അതാണ്. എനിക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. എനിക്കൊരു കാര്യം കണ്ടാൽ എനിക്ക് അന്നേരം മനസ്സിലാവും. ഓക്കെ, അത് ഈവൻ മെക്കാനിക്കലാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക്. ഇവിടെ സെയിൽസ് വന്നാലേ ഉള്ളൂ എനിക്കും സർവൈവൽ ഉള്ളൂ. അപ്പോൾ എനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. either I sit with this current business and be comfortable, or grow or scale it up and take it my way. So I took the difficult path. അപ്പോൾ താങ്കൾക്കൊരു ക്രെഡിറ്റ് കൂടെ ഉണ്ട്. നല്ല കമ്പനികൾ ജോലി ചെയ്യുന്ന 2 പേരെ പിടിച്ച് സംരംഭകരാക്കിയ ആൾ കൂടിയാണ്. 2 മരുമക്കളും മര്യാദയ്ക്ക് നല്ല കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അവരെ പിടിച്ച് ഒരു 2 കിരീടം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇനി നിങ്ങൾ ആയിക്കോട്ടെ എന്ന്. സ്പാർക്കിൻ്റെ പ്രേക്ഷകരെന്നും സംരംഭകരോ സംരംഭക മോഹികളോ ആണ്. പലപ്പോഴും ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ ഏതെങ്കിലും ഒരു മേഖല കണ്ടുപിടിക്കണം. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എത്തുന്ന മേഖല തന്നെ ആയിരിക്കാം പിന്നീട് നമ്മുടെ സംരംഭമാവുന്നത്. ആദ്യത്തെ ചോദ്യം, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ? രണ്ടാമത്തെ ഒരു പ്രശ്നം, നമ്മളത് വളർത്തിയാലും നമുക്ക് ശേഷം ആര്? നമ്മളൊരു ബിസിനസ് ആരെയാണത് ഏൽപ്പിക്കേണ്ടത്? നമ്മൾ ടാറ്റ പോലുള്ള വലിയ ബിസിനസ് കോർപ്പറേറ്റുകൾ അതൊരു പ്രൊഫഷണൽ റൺ കമ്പനി ആക്കിയിട്ടില്ലെങ്കിൽ, അതുപോലെ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന് ലഭിക്കും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി ഒരു സ്ഥാപനം നടത്തി അദ്ദേഹം അത് വലുതാക്കുന്നു, പിന്നീട് അടുത്ത ജനറേഷൻ അത് കൈമാറുന്ന വളരെ മനോഹരമായ ഒരു സംരംഭക പാഠമാണെന്ന് നിങ്ങൾക്ക് മുന്നിൽ സ്പാർക്ക് അവതരിപ്പിക്കുന്നത്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ശ്രീ ജിബിയും അദ്ദേഹത്തിനോടൊപ്പം ഫ്രാൻസിസ് സാറുമാണ്. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. ഞാൻ താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് ആലപ്പുഴയാണ്. ഓക്കെ. പക്ഷെ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കോട്ടയത്താണ്. ജിബി? എൻ്റെ ശരിക്കും കോതമംഗലാണ് ഫാദറിൻ്റെ വീട്. അമ്മ വീട് ഈരാറ്റുപേട്ട. സെറ്റിൽഡ് ഇൻ കോട്ടയത്താണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ജിബി തന്നെ എൻ്റെ ഫാദറിൻലോ ആണ്. അപ്പോൾ ഇദ്ദേഹം മൂലമാണ് താങ്കൾ ബിസിനസ്സിലേക്ക് വന്നത്. ഡെഫിനറ്റ് ആയിട്ടും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ തന്നെ തുടങ്ങാം. അതിനുശേഷം ഞാൻ ജിബിയിലോട്ട് തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞു കോട്ടയത്താണെന്നുള്ളത്. അപ്പോൾ പഠനമൊക്കെ? ഞാൻ SLC കംപ്ലീറ്റ് ചെയ്തത് 1975 ഓക്കെ. അപ്പോൾ SLC എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് തന്നെ എനിക്ക് ഒരു ജോലി വേണം, രക്ഷപ്പെടണം. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അന്നത്തെ കാലത്ത് അറിയാമല്ലോ, പേരൻസാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവരാണ് സെറ്റിൽ ചെയ്ത് സർവ്വതും കൊണ്ട് അവർ സെറ്റിൽ ചെയ്ത് കല്യാണം കഴിപ്പിച്ച് വീട് വരെ കൊടുക്കുന്നത്. എനിക്കത് താല്പര്യമില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ ഞാൻ ആ പഠന സമയത്ത് ഞാനൊരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം പഞ്ചാബുകാരനായിരുന്നു. അദ്ദേഹം എനിക്ക് പഞ്ചാബിൽ ഒരു ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ SLC കഴിഞ്ഞ് എത്രയും വേഗം സ്ഥലം വിടുക, ഇതായിരുന്നു എൻ്റെ ഒരു. പഞ്ചാബിൽ പോകണം. ഓക്കെ. അതെ, പഞ്ചാബിലായിരുന്നു. ശരി, പഞ്ചാബിൽ എന്ത് ജോലിയാന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. എനിക്കതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ SLC കഴിഞ്ഞ് പോകാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് CRPയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് അദ്ദേഹം ട്രാൻസ്ഫറായി ചെന്നൈക്ക്, ആവടിയിൽ. ഞാൻ എന്തും പറ്റുമെന്ന് വെച്ച് ഞാനിവിടുന്ന് ചെന്നൈക്ക് വണ്ടി കയറി. 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സുള്ള പ്രായത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. 16 വയസ്സ് കാണും. 16 വയസ്സ് കാണും. അതെ. ആ പ്രായത്തിൽ ചെന്നൈക്ക് ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തെ കണ്ടുപിടിച്ചോ? അദ്ദേഹത്തെ കുറേ ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ തപ്പിപ്പിടിച്ചു ചെന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പഞ്ചാബിലോട്ട് പോകുന്നില്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ട്രാൻസ്ഫർ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ അവിടെ ധർമ്മസങ്കടത്തിലായി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ കസിനുണ്ടായിരുന്നു ചെന്നൈയിൽ. ഞാൻ അദ്ദേഹത്തിനടുത്ത് ചെന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ കൂടി.
അദ്ദേഹത്തിന് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. ആ സമയത്ത് ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ ഈ ആവശ്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു റെക്കമെൻഡ് ലെറ്റർ തന്നു. ആ ലെറ്ററാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇപ്പം ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ആർട്ടിസ്റ്റാണ്, എനിക്കൊരു ജോലി വേണം, എനിക്ക് പ്രിൻറ്റിങ് ഫീൽഡിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ക്രീൻ പ്രിൻറ്റിങ് കമ്പനി റാൻകോ എന്ന് പറയും, അതിപ്പോൾ ഇല്ല, മൗണ്ട് റോഡിലാണ്. അവിടെയാണ് എനിക്കൊരു ജോലി അദ്ദേഹം റെക്കമെൻഡ് ലെറ്റർ വന്ന് വെച്ചിരുന്നത്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ജോലി ചെയ്യാം, ഇന്നത്തെ പോലെ അല്ല. അതെ അതെ. അപ്പൊ അന്ന് അവിടെ ജോലിക്ക് കയറി എന്ത് ജോലിയാണ് ആദ്യം കിട്ടിയത്? ഞാൻ ആദ്യം ചെന്നപ്പം എനിക്ക് പ്രിൻറ്റിങ് സെക്ഷനോട് ജോലി കിട്ടിയില്ല. ഞാൻ ഓഫീസ് ബോയ് ആയിട്ടാണ് ജോലി ചെയ്തത്. ഓക്കെ. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും പ്രിൻറ്റിങ് പഠിക്കണം, പ്രിൻറ്റിങ്ങിൽ കയറണം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഓഫീസ് ബോയ് നമുക്ക് എങ്ങനെയെങ്കിലും അകത്ത് കയറാമല്ലോ. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻ പ്രിൻറ്റിങ് പഠിച്ചോ? പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ആളും ഓരോരോ ജോലി കൊണ്ടിരിക്കുക. ഇപ്പം ഹെൽപ്പർ കാണും, പ്രിൻ്റർ കാണും, സ്ക്രീൻ മേക്കർ കാണും, ഡിസൈനർ കാണും, ഫിലിം എടുക്കുന്ന ആൾ കാണും. അപ്പോൾ ഇത് എല്ലാവരും ഉള്ളതുകൊണ്ട് ഓരോ ചാൻസ് വരുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടാണ് ഒരു ചാൻസ് കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സെക്ഷനിലൊരു ചാൻസ് കിട്ടി, ഒരു ഹെൽപ്പറായിട്ട് പ്രിൻറ്റിങ് സെക്ഷനിൽ. മാനുവലാണ്, സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. അപ്പം ഏതായാലും ആട്ടെ, കയറി അങ്ങനെ ഹെൽപ്പറായിട്ട് അവിടെ തുടർന്നു. അപ്പോൾ നമുക്ക് നോക്കിയെങ്കിലും പഠിക്കാമല്ലോ. അത് നോക്കിയെങ്കിലും പഠിക്കാമല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. എനിക്കൊരു കാര്യം കണ്ടാൽ എനിക്ക് അന്നേരം മനസ്സിലാവും. ഓക്കെ. അത് ഈവൻ മെക്കാനിക്കലാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ഒരു അനുഗ്രഹം എനിക്കുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് കണ്ട് പഠിച്ചു. അവിടെ വന്ന് പഠിച്ച് ഓരോന്ന് കണ്ടുപിടിച്ചു. അവരാവശ്യപ്പെടാതെ അവരെ ഓരോ സെക്ഷനിലോട്ട് ഞാൻ കയറി അവരെ സപ്പോർട്ട് ചെയ്തു. അങ്ങോട്ട് കയറി ഇടിച്ച് കയറി അവരെ സപ്പോർട്ട് ചെയ്തു. ഫിലിം സെക്ഷനിലാണെന്നുണ്ടെങ്കിലും പ്രിൻറ്റ് സെക്ഷനാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊന്ന് പഠിച്ചു. പക്ഷെ പഠിച്ചാലും നമ്മൾ ഹെൽപ്പറായിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരുപാട് സ്ക്രീൻ പ്രിൻറ്റിങ് കമ്പനികളുണ്ട്. അങ്ങനെ ഞാൻ 5 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ, പല കമ്പനിയിലോട്ട്. അപ്പോൾ എനിക്ക് ഇന്നതറിയാമെന്ന് പറഞ്ഞ് ഓരോരോ കമ്പനിയിലോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പറയും ഞാൻ സ്ക്രീൻ മേക്കിംഗ് അറിയാം. അടുത്ത കമ്പനി ചെല്ലുമ്പം എനിക്ക് എനിക്ക് ഉണ്ടാക്കാൻ, ഫിലിം പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഫിലിമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് നന്നായിട്ട് ഡിസൈൻ എനിക്ക് ചെയ്യാൻ അറിയാം. അങ്ങനെ ഞാൻ എല്ലാം പഠിച്ചു. അങ്ങനെ പഠിച്ചു. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു തോന്നുന്നു ചെന്നൈയിൽ. ഞാൻ തിരിച്ച് ബാക്ക് ടു നാട്ടിലേക്ക് വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്ന് കേരളത്തിൽ സ്ക്രീൻ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല എന്ന് വേണേൽ പറയാം. ഞാനീ പറയുന്ന 56 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് ഇവിടുന്നാണ് എല്ലാവരും അവിടെ ഈ ഇങ്കാണെങ്കിലും എന്ത് വേണമെങ്കിലും, എന്ത് സ്ക്രീൻ പ്രിൻറ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ചെന്നൈയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഉള്ള സാധനങ്ങൾ. അപ്പോൾ അവിടെ നിന്നെല്ലാം പറ്റും. അങ്ങനെ എനിക്ക് കോട്ടയത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പ്രിൻറ്റിങ് ഒരു പ്രസ്സിൻ്റെ അഡ്രസ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അവർക്കൊരു സ്ക്രീൻ പ്രിൻറ്റിങ് സെക്ഷനുണ്ട്. അങ്ങനെ ഞാൻ അഡ്രസ്സ് തപ്പി ഇവിടെ കോട്ടയത്ത് വന്ന് ഞാൻ ഒരു ലോഡ്ജിലാണ് ആദ്യം താമസിക്കുന്നത്. അങ്ങനെ എനിക്ക് ബേസ് പോലും ഇല്ല. അവിടെ ഒന്ന് ഞാൻ താമസിച്ചു. അങ്ങനെയാണ് ഇവിടെ കോട്ടയത്ത് വരാനുള്ള ഒരു കാര്യം. അങ്ങനെ ആ ജോലി കിട്ടി. അപ്പോൾ അത് സ്ക്രീൻ പ്രിൻറ്റിംഗ് സെക്ഷനിൽ തന്നെയാണ്. ഫുൾ അറിയാവുന്ന ജോലിയാണ്. അതെ, അറിയാവുന്ന ജോലിയാണ്. അങ്ങനെ എത്ര വർഷം അവിടെ തുടർന്നു? ഞാൻ അവിടെ ഒരു 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു അതുകൊണ്ട് മനസ്സിലപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ, അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഡെവലപ്പ് ചെയ്യണം, ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. അവസാനം ആ തീരുമാനം എടുത്തോ? തീരുമാനം സക്സസ് ആക്കി. പുറകോട്ട് പോകാൻ താല്പര്യമില്ല, പുറകോട്ട് പോകാനുള്ള ഒരു മനസ്സും എനിക്കില്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെ നിന്നു. അങ്ങനെ പാർട്ണർഷിപ്പിൽ എനിക്കൊരു സ്ക്രീൻ പ്രിൻറ്റിംഗ് സ്ഥാപനം തുടങ്ങാൻ സാധിച്ചു. ആ പാർട്ണർഷിപ്പ് ഒത്തിരി നാൾ നീണ്ടുപോയില്ല. അറിയാമല്ലോ, 3-4 പാർട്ണർഷിപ്പ് ചെയ്തു. അവസാനം സ്വന്തമായിട്ട് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യം എനിക്ക് ഒത്തുവന്നു. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തു. എവിടെയാണ് തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് കോട്ടയത്ത് തന്നെ, പാറമ്പഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ തുടങ്ങിയത്. അന്ന് ഈ മാനുവൽ ആയതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് മാനേജബിൾ അല്ല. അപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്വെയർ ഇൻഡസ്ട്രിയാണ്.
ഫുട്വെയർ ഇൻഡസ്ട്രി അന്നത്തെ കാലത്ത് ഹവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. അത്രയും ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഓരോരോ കമ്പനികളും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റിക്കർ ലേബിൾസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മാനുവലി മാനേജബിൾ ആകാതെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല മാനുവലി. കാരണം ഇത് മെക്കാനൈസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി, എനിക്ക് ഭാഷ കാര്യത്തിലൊന്നും അറിയത്തില്ല, ഞങ്ങൾ രണ്ടും കൂടെ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ഒരു പ്രിൻറ്റിങ് എക്സിബിഷൻ, അവിടെ പോയി എക്സിബിഷനിൽ ചെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു മിഷൻ അവിടെ കിട്ടി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മിഷൻ കിട്ടി. ഒരു ചൈനീസ് മിഷൻ്റെ മോഡലാണത്. അത് ഓൺലൈൻ തന്നെ റോൾ ടു റോളായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. വളരെ ബേസിക് ആയിട്ടൊരു മിഷനാണ്. അപ്പം ഇത് ഒരു ഹിന്ദി ആൾക്കാരാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അഹമ്മദാബാദ് എന്നുള്ള കമ്പനിയാണ്, ഗുജറാത്ത് എന്നുള്ള. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒരു ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് എൻ്റെ പോരായ്മകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതും നടക്കുകയില്ല. അപ്പോൾ ഞാൻ ആ മിഷൻ്റെ ആളുമായിട്ട് പരിചയപ്പെട്ടപ്പം പുള്ളിക്ക് തമിഴ് അറിയാം. പുള്ളി തമിഴാണ്, ഒരു പോണ്ടിച്ചേരിക്കാരാണ്. അവർ അവർ ഗുജറാത്തിൽ പോയി സെറ്റിൽ ചെയ്ത് അങ്ങനെ പുള്ളിയാണ് ആ മിഷൻ ഉണ്ടാക്കിയത്. അവിടെ ആപ്പാടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ മിഷൻ ഉണ്ടാക്കിയിട്ട് പുള്ളി ഈ ഒരു മാർവാടിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പുള്ളി 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വെരി വെരി ബ്രില്യൻ, ഒരു രക്ഷയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഞാൻ മിഷൻ വാങ്ങിക്കാം, പക്ഷേ എനിക്ക് ഈ മിഷൻ കോട്ടയത്ത് കൊണ്ടുവന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റണ്ണിങ്ങാക്കി തരണം, എന്നെ പഠിപ്പിക്കണം. കാരണം ഇതിനിവിടെ ഇങ്ങനെ മിഷൻ എന്ന് കേരളത്തിൽ അങ്ങനത്തെ ഒരു മിഷനില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല, ഇത് റിപ്പയർ വന്നാൽ ഇത് റിപ്പയർ ചെയ്യാൻ ആൾക്കാരില്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ കോട്ടയത്ത് കൊണ്ടുവന്ന് പുള്ളിയെ ലോഡ്ജിൽ താമസിപ്പിച്ചു. പുള്ളിയുടെ അണ്ടറിൽ ഞാൻ ഒരു 50 ദിവസം 40-50 ദിവസം നിന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഈ സെർവ് ചെയ്തോ? നല്ല സാധനമായിരുന്നു അത്. പർപ്പസ് സെർവ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ മിഷനിലേക്ക്. കാരണം പുള്ളിയും ഈ മിഷൻ ഒന്ന് ചെയ്തിട്ട് ഈ മാർവാടിക്ക് കൊടുത്ത് അങ്ങനെ മാർക്കറ്റിൽ വന്ന മിഷനാണ്. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, അന്നേരം ഞാൻ ഈ 40 ദിവസം 50 ദിവസം പുള്ളിയെ കിട്ടിയപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൂടാ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു സെയിൽ ടാക്സേഷനൊക്കെ എടുക്കുക, നന്നായിട്ട് ചെയ്യുക, നമുക്ക് ആദ്യത്തെ മിഷൻ ഞാൻ ഓർഡർ തരാം, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വീണ്ടും 50 ദിവസം കഴിഞ്ഞ് ഗുജറാത്തിന് പോയി. പുള്ളി എന്നെ വിളിച്ചു, നമുക്ക് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പുള്ളിക്ക് മിഷൻ ഓർഡർ കൊടുത്തത് ഞാനാണ്. ഇന്നും എൻ്റെ ആ ഫോട്ടോ പുള്ളി അവിടെ കമ്പനിയിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, 52ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബിൾ പ്രിൻറ്റിങ് മിഷനറി മാനുഫാക്ചറാണ് അദ്ദേഹം. അത്രയും പുള്ളി വളർന്നു. അപ്പം പുള്ളിയായിട്ടുള്ള ആ ഒരു ബന്ധമാണ് എന്നെ ഇത്രയും ഈ ലെവലിൽ കൊണ്ടുവരാനുള്ള ഒരു ബേസിക്. അദ്ദേഹത്തിൻ്റെ മിഷനറികളാണ് മുഴുവൻ മെഷീനുകൾ അദ്ദേഹത്തിൻ്റെ. അതെ ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ. അപ്പോഴേക്കും നമ്മൾ സ്പീഡായി ഞാൻ മെക്കനൈസ് ആക്കി, സ്പീഡാക്കി. അപ്പോൾ പിന്നെ എനിക്ക് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ബന്ധം അതാണ് നമ്മുടെ വളർച്ചയുടെ പ്രധാന ഒരു കാരണം. അദ്ദേഹം എന്ത് ബിസിനസ് തുടങ്ങിയാലും എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് 5 കമ്പനി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ആത്മബന്ധം ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോയി അങ്ങനെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കമ്പനിയുടെ വളർച്ചയായി പിന്നീടുള്ള എൻ്റെ കമ്പനിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 58 വയസ്സൊക്കെ ആയി ആ സമയത്ത്. അപ്പം മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. അത്യാവശ്യം നന്നായി സെയിലൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. അതെ തീർച്ചയായിട്ടും നന്നായിട്ട് പോകുന്നു. ഫുട്വെയറിലുള്ള എല്ലാ ഒരുമാതിരി മേജർ ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഇന്നും ആ ആത്മബന്ധം എല്ലാവരുമായിട്ട് ഞാൻ പേഴ്സണലി പുലർത്തുന്നുണ്ട്. എല്ലാവരും എന്നോട് ഒരുപാട് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും അവരെല്ലാവരും എൻ്റെ വളരെയധികം സുഹൃത്തുക്കളുമാണ്. അത്രയധികം ആത്മബന്ധം. 58 വയസ്സായപ്പോൾ എന്താണ് മനസ്സിൽ വന്നത്? 58 വയസ്സായപ്പം എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകുന്ന കാര്യം, കാരണം എനിക്കത് ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്.
എനിക്കത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇനിയും അത് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം ഇത് നോക്കിക്കൊണ്ട് പോകാൻ ആരും അപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അത് മക്കള് ഏകദേശം 2 പെൺമക്കളാണ്. 2 പെൺമക്കളാണ്. അതെ. ആ 2 പെൺമക്കളിൽ മൂത്ത ആളെയാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ അദ്ദേഹമാണ് ഇദ്ദേഹം. ഓക്കെ. അതെ. അപ്പം അദ്ദേഹം ബാങ്കിങ് മേഖലയാണ്, നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു, മോനെ ഇതൊന്ന് ഏറ്റെടുക്കാവോ, എനിക്ക് അച്ഛന് വയസ്സായി വരികയല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് വളരെയധികം അഭിമാനം ഉണ്ടായ സമയങ്ങളാണ് ആ സമയം. പുള്ളിയുടെ ആ സംസാരം, പുള്ളിയായിട്ടുള്ള സംസാരം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛാ ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അവിടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് സ്റ്റക്കായി, എന്താ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ്. ഇതിപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു 99% പ്രൊഡക്ഷൻ വർക്കാണ്, ഫ്ലോട്ടിങ് ജോബേ ഇല്ല. അപ്പം ഇത് പ്രൊഡക്ഷൻ വർക്കായതുകൊണ്ട് ഓർഡേഴ്സ് വരുന്നു, ചെയ്യുന്നു, പോകുന്നു, നീറ്റായിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ എനിക്ക് വന്നിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അവിടെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതെ. അപ്പം എനിക്ക് ചെയ്യത്തക്ക രീതിയിലൊക്കെ ഒരു ലെവലിലോട്ട് അച്ഛനാക്കിയാൽ ഞാൻ വരാം. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം വളരെ ശരിയാണല്ലോ. കാരണം ഇതിപ്പം ഒന്നില്ലെങ്കിൽ ഞാൻ സെയിൽസ് കൂട്ടണം, അല്ലെങ്കിൽ ഞാൻ അതുപോലെ പ്രൊഫഷണലിലോട്ട് ഡെവലപ്പ് ചെയ്യണം. അതിന് എനിക്ക് പരിമിതികളുണ്ട്. അപ്പോൾ എനിക്കിത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ മനസ്സിൽ ഉറച്ചു. ഞാൻ 1-2 മിഷൻ കൂടെ എടുത്തു ഓടി നടന്നു. കുറേ കൂടെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ബിസിനസ് ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പം എൻ്റെ ഓട്ടവും പരവേശമൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് തോന്നി, പുള്ളി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏകദേശം എനിക്കൊന്ന് ഒരു 12 വർഷമായിട്ടില്ലേ, 12 വർഷം. ഒരു 12 വർഷം ആയിട്ടുണ്ട് അദ്ദേഹത്തിനെ ഇത് ഏൽപ്പിച്ചിട്ട്. ഞാനന്ന് ഇത് ഏൽപ്പിക്കാൻ നേരത്ത് അന്നുണ്ടായിരുന്ന ടേൺ ഓവറിൻ്റെ ഒരു 5 ഇരട്ടി ഇന്ന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കഥ അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ സ്ഥാപനം. അപ്പൊ അവിടെ ജിബിയുടെ ഡീറ്റെയിൽസ് നമ്മൾ സംസാരിച്ചില്ല. ജിബി കോട്ടയത്താണെന്ന് പറഞ്ഞു. താങ്കളുടെ പഠനമൊക്കെ? എൻ്റെ സ്കൂളിംഗ് കോളേജ് ഇവിടെ സെൻറ്റ് പോൾസ്, സ്കൂളിംഗ് രാജഗിരി, ഡിഗ്രി മൈസൂറാണ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഫാദർ ഏർലി മരിച്ചു. സോ ഐ ഗോട്ട് ഇൻ ടു എ ജോബ്. സെയിൽസിലായിരുന്നു. എൻ്റെ പ്രൈമറി ഫോക്കസ് വാസ് ഇൻ സെയിൽസ്. ഓട്ടോമൊബൈൽ സെയിൽസിലുണ്ടായിരുന്നു, പിന്നെ മസ്കറ്റിൽ ടൊയോട്ടയിലുണ്ടായിരുന്നു. കമ്മിങ് ബാക്ക് ബാങ്കിങ് ലൈനിലോട്ട് പയ്യെ കയറി. ICC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ. സോ അവസാനത്തെ എൻ്റെ അസൈൻമെൻറ്റ് വാസ് വിത്ത് ING Vaishi as an AVP in Chennai. അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ്. ബ്രാഞ്ച് ഹാൻഡ്ലിങ് 600 crore ബ്രാഞ്ച് ആയിരുന്നു എൻ്റെ. ആ സമയത്താണ് ഈ കോള് വരുന്നത്. ആ സമയത്താണ്. സോ ഐ കം ഹിയർ, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാഷ്വൽ മീറ്റിൽ അച്ഛൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഹെക്റ്റിക് ആവുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ എനിക്ക് യു കം ഡൗൺ വന്ന് വേണമെങ്കിൽ ഇതൊന്ന് മാനേജ് ചെയ്ത് ഇതൊന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇതിപ്പം മാനേജ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല, ഇറ്റ് ഈസ് വെരി ഈസി ടു മാനേജ് ദിസ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. ആക്ച്വലി ഈ സെറ്റപ്പ് ബിസിനസ് ഞാൻ വന്ന് മാനേജ് ചെയ്ത എൻ്റെ കോസ്റ്റ്. അതെ. വെറുതെ. താങ്കൾക്ക് അന്ന് എന്ത് ശമ്പളമുണ്ട്? 1.5+ അന്നത്തെ കാലത്ത് 1.5 ലക്ഷം മാസം ശമ്പളമുണ്ട്. അപ്പൊ താങ്കളുടെ മനസ്സിലുണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ വന്ന് പിന്നെ ഞാനൊരു ബേർഡൻ. അതെ, ഒരു ഭാരമാവും. ഈ ഒരു പ്രസ്ഥാനത്തിലോട്ട് ഞാനൊരു ബേർഡൻ ആവോ? കാഷ്വൽ ചാറ്റ് ഒക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പം അച്ഛൻ പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ആണ്. ഇറ്റ്സ് എ ഡു ഓർ ഡൈ, വെദർ ഐ ഷുഡ് ടേക്ക് ഇറ്റ് ഓർ, ബിക്കോസ് കംഫർട്ടബിളുമായിട്ടൊരു ജോബ് മുമ്പിലുണ്ട്, കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട് മുമ്പിൽ. ഇതിപ്പോൾ ഞാൻ വന്ന ഐ ഹാവ് ടു, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി കേസ്. പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു നല്ലപോലെ പോണ പ്രസ്താവം, ഇനി ഞാൻ ഈ കോൾ എടുത്തില്ലെങ്കിൽ ഇത് താന്നു പോയാൽ പിന്നെ ഞാൻ വന്ന് ഇത് പൊക്കാൻ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഒരു ഭയങ്കര റിസ്കി ഡിസിഷൻ ആയിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു കം ബാക്ക് ആൻഡ് ടേക്ക് ഓവർ ദിസ് ഓർഗനൈസേഷൻ. അപ്പം ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ഞാൻ ഒരു 10 days വി അണ്ടർസ്റ്റുഡ്. എനിക്ക് മനസ്സിലായി ഇതിൽ എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലായി. ബേസിക്കലി ഇറ്റ് സെയിൽസ്, എവിടെയാണ് റവന്യൂ ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇത് വരെ. അപ്പം ഐ ഡിസൈഡഡ് ദാറ്റ് ഓക്കെ, അപ്പോൾ കോസ്റ്റിങ്ങും ഉണ്ട്, എല്ലാം ഉണ്ട്. ഐ ടോൾഡ് അച്ഛൻ ഒരു കാര്യം ചെയ്യാം,
ഈ ബിസിനസ് ഇങ്ങനെ തന്നെ റൺ ചെയ്തോ, ഓക്കെ. ഒരു മാറ്റവും വരുത്തണ്ട. ഞാൻ ഇതിലോട്ട് ഐ വിൽ ബി എ സെയിൽസ് പേഴ്സൺ, ബിക്കോസ് നമുക്ക് ഇവിടെ കോർ വേണ്ട ഇപ്പോൾ സെയിൽസ് ആണ്. അതെ. ഇവിടെ സെയിൽസ് വന്നാലേ ഉള്ളൂ എനിക്കും സർവൈവൽ ഉള്ളൂ. അപ്പോൾ എനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. either I sit with this current business and be comfortable, Or grow or scale it up and take it my way. So I took the difficult path. I thought I'll go. So I started taking care of sales for 1 year. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് നല്ല ക്ലയൻറ്റ് ബേസ് ആഡിങ് ചെയ്യാൻ പറ്റി. ദോ എനിക്ക് പ്രിൻറ്റിങ്ങിനെ പറ്റി വലിയ നോളജ് ഒന്നുമില്ല, ബട്ട് സെയിൽസ് അറിയാലോ, അത് ഇറ്റ് ഇസ് ഓൾ ലൈക്ക് ഹൗ യു ഗോ കൺവിൻസ്, ഫോളോ അപ്പ് ആൻഡ് സോ നല്ലൊരു കുറച്ച് ക്ലയൻസിനെ ആഡ് ഓൺ ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഇസ് ഹൗ ഐ ഗോട്ട് ഇൻ ടു ദിസ്. ആ വളർച്ച പിന്നെ എങ്ങനെയായിരുന്നു? വളർച്ച അതിൽ കുറേ ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കേണ്ടി വന്നു ജിബിക്ക്. യെസ്. അതിൽ ഫസ്റ്റ് തിങ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ സെയിൽസ് കൂടുമ്പം, ഇപ്പം ഞങ്ങളുടെ മേജർ ഫുട്വെയർ ക്ലയൻസ് ആണ് മേജർ ക്ലയൻസ് ആ സമയത്ത്. സോ ദേ വർ ഓൾ ഗ്രോയിങ് ഔട്ട് ഓഫ് കേരള. ഓക്കെ. കേരളത്തിൽ അവരുടെ പ്രസൻസ് became very like 50% businesses out of Kerala. They have been growing big time. So like 2,000 crore, 2,500 crore turnover, അവരുടെ 1,500 crore is going out of Kerala. So അപ്പം ഞാൻ ഔട്ട് ഓഫ് കേരള എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അവിടെയൊക്കെ അവർക്കൊക്കെ പ്ലാൻ ഫാക്ടറീസ്, നെല്ലൂർ. സോ ഇറ്റ് ഇസ് ഗോയിങ് വേ ബിയോണ്ട്. പക്ഷെ നമ്മളവിടെ ഒന്നും ഇല്ല, നമ്മൾ അവിടെ ഒന്നും ഇവിടെ നിന്നും അവർ വാങ്ങാൻ പോകുന്നില്ല. അല്ല. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ചച്ച ഇറ്റ് ഇസ് ഹൈലി റിസ്കി. നമ്മൾ ഹാൻഡ് ചെയ്യുന്ന ബിഗ് ബാസ്കറ്റ്സ് ഓൾ ആർ ഗോയിങ് ഔട്ട്. നമുക്കൊരു യൂണിറ്റ് പുറത്ത് അല്ലേ. സോ അച്ഛൻ പറഞ്ഞു, മോനെ ഇറ്റ് ഇസ് നോട്ട് സോ ഈസി. നമ്മൾ വിചാരിക്കണ പോലെ ഒരു യൂണിറ്റ് പോയി ചുമ്മാ പൈസ. ഞാൻ പറഞ്ഞു നമുക്ക് പോകണം. പോയില്ലെങ്കിൽ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണം, നെല്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ്. സോ എൻ്റെ തോട്ട് അതാണ്, ഒരു മോണോപ്പൊളി പ്രോഡക്റ്റ് ഒന്നും അല്ല ഇത്. ചോദിച്ചാൽ അവിടെ അടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. സോ ഈ ക്ലയൻറ്റ് നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഗ്രാജുവലി ഓർഗനൈസേഷൻ സ്ട്രക്ചർ വലുതാവുമ്പോൾ ഈ റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ എല്ലാം ഡെലിഗേറ്റഡ് ആണ്. സോ നാച്ചുറലി അവർക്ക് നോക്കുമ്പോൾ 2 days സ്റ്റാറ്റിൽ കിട്ടുന്ന സാധനം 15 days സ്റ്റാറ്റിൽ വെയിറ്റ് ചെയ്യണം. ടേൺ അറൗണ്ട് ടൈം ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഫ്രോം എ വില്ലേജ് ലൈക്ക് കോട്ടയം, ഒരു സ്മോൾ വില്ലേജ്. ഞാനും അച്ഛനും നേരെ ബാംഗ്ലൂർ പോയി. ഞങ്ങൾ തപ്പിയെടുത്ത് ഒരു ബ്രോക്കൺ കണ്ണടയൊക്കെ വെച്ച് ഒരു ഓണറിനെ തപ്പിയെടുത്ത് ഒരു ഫാക്ടറി, ഒരു പ്രിമൈസസ് എടുത്തു. ഞങ്ങൾ ഒരു മെഷീൻ അവിടെ സെറ്റാക്കി. അപ്പം വന്നൊരു കോൾ എന്ന് വെച്ചാൽ, അയ്യോ ഇതിപ്പം മെഷീനൊക്കെ സെറ്റാക്കി, ഇനിയിപ്പം കച്ചവടം ആരും ഓടിക്കും, ആര് ബിസിനസ് കൊണ്ടുവരും, ആര് ബിസിനസ് കൊണ്ടുവരും, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, സെയിൽസ് മാനോ ഒന്നുമില്ല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമ്മുടെ പേർപ്പസ് കസ്റ്റമറിനെ സെർവ് ചെയ്യലാണ്. ഓക്കെ. ഔട്ട് ഓഫ് കേരള ബിസിനസ് മൊത്തം കോട്ടയത്ത് നിന്ന് അങ്ങ് മാറ്റാമെന്ന് പറഞ്ഞു. സോ ബാംഗ്ലൂർ ഫാക്ടറി day 1 ബ്രേക്ക് ഈവൻ ആവണം. ഓക്കെ. നമുക്കിത് ഓട്ടോ പൈലറ്റ് ആക്കാം. അച്ഛൻ ഇവിടെ വന്ന് ജസ്റ്റ് ഇരുന്നാൽ മതി. യു മാനേജ് അച്ഛൻ്റെ പോർട്ട്ഫോളിയോ തന്നെ ഇങ്ങോട്ടത്തേക്കാണ്. അച്ഛൻ വളരെ പോസിറ്റീവായിട്ട്, സാധാരണ അങ്ങനത്തെ ഒരു കോൾ ആരും എടുക്കാത്ത, പുള്ളി ഒരു റിട്ടയർമെന്റ് മനസ്സിലിരിക്കുകയാണ്, നമ്മൾ ഈ ഒരു വേറെ പണി കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ആ സമയത്ത് വെരി ബോൾഡ്ലി ദേ ടോൾഡ്, സി നോർമലി ഒരു ട്രഡീഷണൽ കംഫർട്ട് നാട്ടിൽ നിന്ന് പെട്ടെന്ന് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിലോട്ട് പോകാൻ ആ ഏജിൽ ആരും പോകത്തില്ല. ദേ ടോൾഡ് വീൽ ഗോ. അപ്പം ദാറ്റ് വാസ് വൺ ഗുഡ് ഡിസിഷൻ ഐ ഫെൽറ്റ്. ആ ഒരു സപ്പോർട്ട് ദേ ടോൾഡ് ഓക്കെ. അപ്പോൾ നമ്മൾ ബിസിനസ് ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ആ യൂണിറ്റ് മാനേജ് ചെയ്യാം, യു ജസ്റ്റ് ഗിവ് മി എ ബാക്കപ്പ്. നമ്മൾ ഡൺ. അപ്പോൾ ഞങ്ങൾ പോയി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തു, റണ്ണിങ് ആക്കി, ബിസിനസ് മാറ്റി. അപ്പോഴത്തെ ചാലഞ്ച് വെച്ചാൽ ഇവിടെ ബിസിനസ് ഇല്ല, 50% ബിസിനസ് എടുത്ത് അങ്ങോട്ട് പോയി. വലിയ റിസ്ക് ആണ്, ഭയങ്കര റിസ്ക് ആണ്, ഹൈ റിസ്ക്. അപ്പൊ ഇവിടെ ഓവർ ഹെഡ്സ് ഭയങ്കര ഹൈ ആണ്. ഇവിടെ കറന്റ് റണ്ണിങ് ഓവർ ഹെഡ്സ് ഞാൻ ഉൾപ്പെടെ വലിയൊരു ഓവർ ഹെഡ് ഇതിനകത്ത് ഇരിക്കുക. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയി. അച്ഛൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു വലിയ ചലഞ്ച് എനിക്ക് എന്ന് വെച്ചാൽ, അച്ഛൻ വാസ് ഹാൻഡ്ലിങ് ടെക്നിക്കൽ, ഡിസൈൻ, ക്വാളിറ്റി, പ്രൊഡക്ഷൻ ലൈൻ ഫുൾ അച്ഛൻ്റെ കയ്യിൽ. എനിക്കിതിൻ്റെ ABCD ഞാൻ കച്ചവടം കൊണ്ടുവരൽ മാത്രമുള്ള ഒരു ഇതൊന്നും പഠിച്ചിട്ടുമില്ല. പ്രിന്റിങ്ങിന്റെ ABCD എനിക്ക് അറിയത്തുമില്ല. അപ്പം അച്ഛൻ അന്നൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, മോനെ ഡിസൈനിങ് ഒക്കെ നമ്മുടെ നോ വിൽ മാനേജ് ഇറ്റ്, യു ഗോ, ബാക്കി നമുക്ക് നോക്കാം. ദാറ്റ് വാസ് എ കോൾ. അച്ഛൻ അവിടെ സെറ്റായി. ബാംഗ്ലൂർ നമ്മളൊന്ന് റണ്ണിങ് ആക്കി. ഫസ്റ്റ് തിങ് ഞങ്ങളുടെ ക്ലയൻസ് ഭയങ്കര ഹാപ്പിയായി. ടേൺ അറൗണ്ട് ടൈം ഓഫ് 15 days to 3 days. അപ്പോൾ ആ ഏരിയ സെറ്റായി. ബാക്ക് ടു കോട്ടയം. ഇവിടെ പ്രോബ്ലം ആണ്. ഇവിടെ സെയിൽസ് ഞാൻ, പ്രൊഡക്ഷൻ ഞാൻ, എല്ലാത്തിലും ഒരു സ്മോൾ ടീമും ഉണ്ട്. അപ്പം ഞാൻ സെയിൽസ് നമുക്ക് അത്യാവശ്യം മഞ്ഞുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സെയിൽസ് മാത്രം പോരാ, സർവീസ് കൊടുക്കണ്ടേ, സർവീസ് വേണം. ഇൻഹൗസ് ഡിസൈൻ ടീമില്ല, ബിക്കോസ് മറ്റേത് അച്ഛൻ തന്നെയാണ് ഡിസൈനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഗ്രാജുവലി
ഐ സ്റ്റാർട്ടഡ് സെറ്റിംഗ് അപ്പ് ഓൾ ദ വേർട്ടിക്കൽസ്. എനിക്ക് മനസ്സിലായി ഈ വേർട്ടിക്കൽസ് ഇല്ലാതെ ചെയ്യാൻ ഇത് മുമ്പോട്ട് ഞാൻ എന്നെ കൊണ്ട് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഡിസൈൻ ടീം അങ്ങനെ ഡിസൈൻ ആദ്യമേ സെയിൽസ് സെറ്റ് ചെയ്തു, സർവീസ് സെറ്റ് ചെയ്തു, എൻ്റെ ഒരു ഇൻഹൗസ് സ്റ്റാഫിനെ ഡിസൈൻ പഠിപ്പിച്ചു, പുറത്ത് വിട്ട് പഠിപ്പിച്ചു, വെരി സീനിയർ സ്റ്റാഫ്. അങ്ങനെ പർച്ചേസായി. അക്കൗണ്ട്സ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലേഡി, പക്ഷേ അപ്പോൾ കളക്ഷൻ ആളില്ല. ക്ലയൻറ്റിൻ്റെ എണ്ണം കൂടുന്തോറും ഒരാൾ പോരാ, ഈ അക്കൗണ്ട്സ് ആൾ തന്നെ എല്ലാ പണിയും ചെയ്യാൻ, ലീഗൽ സൈഡ് ക്ലിയർ ആക്കാം. അങ്ങനെ എല്ലാ വെർട്ടിക്കൽസ് പയ്യെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനായിട്ട് റിക്രൂട്ട് ചെയ്ത ഒരു സെയിൽസ് പേഴ്സണേ ഉള്ളൂ. പക്ഷേ ഇതും കൊണ്ട് കച്ചവടം കയറ്റേണ്ടത്. അപ്പോൾ എനിക്ക് ഫീൽഡിൽ പോകാനുള്ള ടൈം ഫ്രെയിം കുറഞ്ഞു തുടങ്ങി. കാര്യം വെച്ചാൽ ഫാക്ടറിയിലെ ചലഞ്ച്. ദെൻ ഐ ഡിസൈഡഡ് വി നീഡ് ടു ഹാവ് അപ്പോൾ ആഡ് കൊടുത്ത് കുറച്ച് പേരിനൊക്കെ കിട്ടും, പക്ഷെ അതൊന്നും നിൽക്കുന്നില്ല. ദെൻ ഐ ഗോട്ട് ഇൻ ടച്ച്. ഒരു ടേണിംഗ് പോയിന്റ്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. പുള്ളിൻ്റെ പേര് സാം എന്നാണ്. സാമായിട്ട് സംസാരിച്ചപ്പം സാം പറഞ്ഞു, ഐ ഹവ് സ്റ്റാർട്ടഡ് എ കൺസൾട്ടിങ് ഫേം. So he is very experienced in the industry here, automobile and lot of things. So I told, അപ്പോൾ ഞാൻ ഇത് 1 year ആയിട്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ ഓടിക്കുക. So I told, okay Sam, why don't we have a meeting? When I had a meeting, I told Sam, why don't you review our system and review me? Because എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവണമെന്ന് എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴാണ് തീർച്ചയായും ഇവിടെയാണ് മിസ്റ്റേക്ക്, ഇവിടെയാണ്. അങ്ങനെ ഒരു കൺസൾട്ടിങ് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. സോ അവിടെയും ഞങ്ങളുടെ കോമൺ ഒരു ഇത് വന്ന സെയിൽസ് ആണ്. സോ വി ഡോണ്ട് ഹാവ് ഗുഡ് സെയിൽസ് പീപ്പിൾ. ദെൻ ദേ സപ്പോർട്ടഡ് അസ് ഇൻ സെയിൽസ്. വി റിക്രൂട്ടഡ് എ വെരി ഗുഡ് സെയിൽസ് ടീം വിത്ത് ഗുഡ് സാലറീസ്. അന്ന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഈ കുറച്ച് സാലറി കൊടുത്താൽ ആളിനെ വെക്കാം, ബട്ട് യു ഡോണ്ട് ഗെറ്റ് ക്വാളിറ്റി ഔട്ട്. അതെ. സോ യു ഡോണ്ട് ഗെറ്റ് ക്വാളിറ്റി. സോ വി ഇൻവെസ്റ്റഡ് എ ബിഗ് എമൗണ്ട് ഇൻ ടു. അപ്പം അതൊക്കെ നമ്മുടെ ഓവറോൾസ് ഇങ്ങനെ കുടിക്കുകയാണ്. ബട്ട് കച്ചവടം കയറിയിട്ടില്ല ഇപ്പോഴും. ബട്ട് അപ്പം അവിടെയൊക്കെ അച്ഛൻ ഹാഡ് സപ്പോർട്ടഡ് മീ, ദോ ഹി ഹാഡ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ബട്ട് എൻ്റെ ഒരു ഡിസിഷനിൽ കൂടെ നിൽക്കുമായിരുന്നു എല്ലാവരും. മോനെ അത് കുഴപ്പമില്ല, നോക്കാം, ഇത് ഗോ ഹെഡ്. ദെൻ വി ഡെവലപ്ഡ് ദ ഗുഡ് സെയിൽസ് ടീം. നല്ലൊരു സർവീസ് വെർട്ടിക്കൽ വന്നു. ആൻഡ് വി ഡെവലപ്ഡ് ഓൾമോസ്റ്റ് ഓൾ ദ വെർട്ടിക്കൽസ് എക്സെപ്റ്റ് ഫോർ കപ്പിൾ ഓഫ് തിങ്. HR ഒന്നും പെൻഡിങ് വെച്ചു, ബിക്കോസ് ആളെണ്ണം കൂടാതെ HR വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് HR ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ തന്നെ നോക്കുമായിരുന്നു. ആ വെർട്ടിക്കൽസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യ എനിക്ക് തോന്നി ഇതെല്ലാം എപ്പോഴും എൻ്റെ തലയിൽ കൂടെ പോയാൽ അപ്പോൾ ഒരു കോർ ടീമിനെ നമുക്ക് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം എനിക്ക് തോന്നി. ബിക്കോസ് എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഒരു പാഷനിൽ ഐ ലൈക്ക് പീപ്പിൾ മേക്ക് ദം ഡൂ തിങ്സ് റാദർ ദാൻ ഐ ഗോയിങ് ആൻഡ് ഡൂയിങ് എവറിത്തിങ്. അപ്പം ഞാൻ അവരെ പയ്യെ ട്രെയിൻ ചെയ്ത് ഒരു ചെറിയ കോർ ടീമിനെ സെറ്റാക്കി. ആൻഡ് വൺ തിങ് റിസ്ക് വിച്ച് ഐ ടുക്ക് ഇസ് I wanted to go for a 1-month holiday. How will I leave the organization and go? I told the team that I'll give you the organization for 15 days. Before, it was a trial run. No? You take all your calls independently. But don't call me. I'll be in the office. You don't call me. You run the show. അവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഓൾവേസ് ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ തണലുണ്ടോ അല്ലേ? അപ്പോൾ നമ്മളൊരു ആളുണ്ടെങ്കിൽ എപ്പോഴും തണല. എന്തിനും സാറേ, they know that സാർ ഉണ്ടല്ലോ, ഉണ്ണി എന്നെ ഓഫീസിൽ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്, ഉണ്ണി സാർ ഉണ്ടല്ലോ, സാറേ ഈ പ്രശ്നം. സോ ഐ വാണ്ടഡ് ദം ടു കം ഔട്ട് ഓഫ് ദാറ്റ് മൈൻഡ് സെറ്റ് ദാറ്റ് ദേ ആർ കേപ്പബിൾ. അതുകൊണ്ട് ഞാൻ യു ടേക്ക് ഓൾ യുവർ കോൾസ്. I kept cross delegations and I told you work. And I told I'm going for a holiday for 1 month and you're going to run this. അവരോട് sir, impossible. If you're going, this is going to get. ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല. 15 days they ran this properly. So I told now you guys are more capable than. അതെ. അവർക്ക് ആ കോൺഫിഡൻസ് നമ്മൾ പയ്യെ ഇത് എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളല്ലോ, ഞാൻ എന്തിനാ സാറിൻ്റെ അടുത്ത് പോകണം, ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. ഐ ഗേവ് ദം ദ ഓർഗനൈസേഷൻ ഫോർ 1 month. I was monitoring it, though I was on a holiday. They did a very good job. So that built their confidence much better. And അവർക്ക് ഓണർഷിപ്പ് എടുക്കാനുള്ള ഒരു ഇത് അവർക്ക് കിട്ടി. അങ്ങനെ കോർ ടീം സെറ്റായി. Then I thought sales team is still under my control. I have to run for sales because 10 പേരുണ്ട്, എല്ലാ മേജർ ഡിസ്ട്രിക്ട്സിലും ഉണ്ട്. We are doing business across Kerala. Major clients we are handling, big clients to medium. എല്ലാവരുടെ പുറകെ അവർ വിളിക്കണം. So I thought we need to have a senior guy. Again, there is a cost coming in. So now I appointed a GM sales and operations. GM sales and operations. So his job is to take care of the sales because sales is a very critical factor. അവരുടെ ഒരു കോളും നമ്മൾ പിന്നെ വിളിക്കാം നോക്കണോ, അവരുടെ ഓരോരോ പ്രശ്നങ്ങളും നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വേണം, അതിൻ്റെ ക്ഷമ വേണം. ബിക്കോസ് അവർ ഈ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ കയറി പല പ്രശ്നങ്ങളും. ആൻഡ് നമ്മുടെ പ്രൊഡക്ഷൻ ജോബാണ്.
ഒരു ദിവസം ഡിലേ അവൻ്റെ പ്രൊഡക്ഷൻ എഫക്റ്റ് ആയാൽ നമ്മൾ പുറത്താണ് വെണ്ടർ ലിസ്റ്റിൽ. അപ്പം നമ്മൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ 30 years ഓഫ് സർവീസ് വിത്ത് ബിഗ് ക്ലയൻസ് ഞങ്ങൾ നിൽക്കണമെങ്കിൽ തന്നെ എത്രമാത്രം ഞങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്. സോ GM വന്നപ്പോഴത്തേക്കും I kept a process a little more better so that I can spend more time on learning, traveling, new developments. This is how the process came up. വളർന്നു. പിന്നെ വളർന്നു. നമുക്ക് എത്ര ക്ലയൻസ് ഉണ്ട് ഇപ്പം? ആക്ച്വലി 1004 അച്ഛൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു 50 to 70 ക്ലയൻസ് ആയിരുന്നു. ഇപ്പം വി ആർ ഹോൾഡിംഗ് 1400 ക്ലയൻസ്. വാവ്, 1400 ക്ലയൻസ്. എല്ലാം ഏതൊക്കെ ഇൻഡസ്ട്രിയിലായിരിക്കും? We cater to almost major industries like footwear, food, plywood, steel, textile, name it, any industry. Any industry you name. Spices. We have our presence in major industry. And this all is because of quality and service. നമുക്ക് എത്ര എംപ്ലോയീസ് ആയിപ്പോൾ? ഇപ്പോൾ ഞങ്ങൾക്ക് 70 ഉണ്ട്. 70 എംപ്ലോയീസ് ഉണ്ട്. താങ്കൾ കോർ ടീമൊക്കെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഫാമിലിയിൽ നിന്ന് വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ബിസിനസ്സിൽ? ഡെഫിനറ്റ്ലി എൻ്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫും ഞാനും കൂടെ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സോ വി ഡിസൈഡഡ് ദാറ്റ് ഷീൽ നോട്ട് ബി ഫുൾ ടൈം വിത്ത് മീ ഇൻ ദ ബിസിനസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ സർട്ടൻ ഏരിയ വൈഫിനെ ഏൽപ്പിക്കാം. ഇപ്പം അക്കൗണ്ട്സിൽ ചില ഏരിയ, ഫാക്ടറി ഹൈജീൻ, ക്വാളിറ്റി ചെക്ക്. ബിക്കോസ് ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി ഇസ് എ കോർ ഏരിയ. ബിക്കോസ് മക്കളുണ്ട്, മക്കൾ വരുമ്പോൾ വൈഫ് എപ്പോഴും അവിടെ ഉണ്ടാവണം. അപ്പം വൈഫ് ടേക്ക് കെയർ ചെയ്യുന്ന ഏരിയാസ് അക്കൗണ്ട്സിലെ ഏരിയാസ് ഉണ്ട്, ഹൈജീൻ, ഫാക്ടറി ഹൈജീൻ, ക്വാളിറ്റി ചെക്ക്. ഇതാണ് ഫുൾ ടൈം അവിടെ ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഡേയിൽ ഒരു 3 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. 2 or 3 hours ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ദിവസം പോയില്ലെങ്കിലും ഷീ ഹാസ് എ ടീം ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പം അത് മോണിറ്റർ ചെയ്താൽ മതി. അതിന്റെ പേര് ജിബി എന്നാണ്. രണ്ടുപേരുടെ പേര് ജിബി. സെയിം പേര്. സോ മക്കള് 2 പേരാണ് ഞങ്ങൾക്ക്. മോള് നീഹ, ഷീ ഈസ് ഡൂയിങ് എ ഡിഗ്രി നൗ, ജോയിൻഡ് എ ഡിഗ്രി. മോൻ ആരൻ, ഹീ ഈസ് ഇൻ 10th നൗ. അപ്പം വൈഫ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഷീ ഈസ് ഓൾസോ ദെയർ വിത്ത് മീ ഇൻ ദിസ് ആൻഡ് വി ട്രാവൽ ടുഗെദർ എ ലോട്ട്. സോ ഷീ ഈസ് എ ഗുഡ് കമ്പനി. അപ്ഡേറ്റഡ്. ഓക്കെ, ഞാൻ സാറിനോട് കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ ബാംഗ്ലൂർ ഓപ്പറേഷൻസ് അത് താങ്കൾ തന്നെയാണോ നോക്കുന്നത്, അതോ അതും ആരെങ്കിലും ഹാൻഡ് ഓവർ ചെയ്തോ? അല്ല, 2 വർഷം ഞാൻ നോക്കി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോളെ കെട്ടിച്ചിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അവരവിടെ 52 വർഷമായിട്ട് സെറ്റിൽഡാണ് അവർ. അപ്പം രണ്ടാമത്തെ മോന് IT എഞ്ചിനീയറായിരുന്നു, ഒരു അമേരിക്കൻ കമ്പനിയിലായിരുന്നു. ഇപ്പോൾ പുള്ളി ഇപ്പം ഒരു എനിക്കൊന്ന് കുറേ വർഷങ്ങളായിട്ട് പുള്ളി അവിടെ തന്നെ ജോലി ചെയ്യുന്ന നല്ലൊരു പൊസിഷനിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ പുള്ളിയെ കൂടെ വിളിച്ച് ആ കമ്പനി പുള്ളിയുടെ കയ്യിലോട്ടും കൊടുത്തു. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് പുള്ളിയാണ് റൺ ചെയ്യുന്നത്. അത് നന്നായി പോകുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് പോകുന്നു. അപ്പം 2 മക്കളെയും കാര്യങ്ങൾ ഏൽപ്പിച്ചു. പിന്നെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഫാമിലി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. പാർട്ണർഷിപ്പ് നമുക്ക് പിന്നെ ഒരു വിധമൊക്കെ കൊണ്ടുപോകാം. ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള താങ്കൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതായത് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്യട്ടെ, ഇദ്ദേഹത്തിൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്യട്ടെ. ഒരു കമ്പാരിസൺ ആയിട്ട് തമ്മിലില്ല, നോ കമ്പാരിസൺ. അപ്പോൾ താങ്കൾക്കൊരു ക്രെഡിറ്റ് കൂടെയുണ്ട്. നല്ല കമ്പനികൾ ജോലി ചെയ്യുന്ന 2 പേരെ പിടിച്ച് സംരംഭകരാക്കിയ ആളും കൂടിയാണ്. 2 മരുമക്കളും മര്യാദയ്ക്ക് നല്ല കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അവരെ പിടിച്ച് ഒരു 2 കിരീടം വെച്ചു കൊടുത്തു. ഇനി നിങ്ങൾ ആയിക്കോട്ടെ എന്ന്. ജിബിയിലേക്ക് തിരിച്ചു വരാം. ജിബി, ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? വിഷൻ ഇസ് വെരി ഹൈ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ടേക്കിംഗ് ദ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് എ വിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ടു 100 crore കമ്പനി. ആൻഡ് ദ മിഷൻ ഇസ് ദാറ്റ് apart from our employees, we need to serve the society in and around our area. At least 100 families should at least be supported in a small way, at least, even though we are not there. So that's the mission. The vision is to go to 100 crore. 100 crore, 100 കോടി വിറ്റുവരെയുള്ളൊരു കമ്പനിയിലേക്ക്. അത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ 100 കോടി എന്ന് പറയുമ്പോൾ വോളിയം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സൈസ്. ബിക്കോസ് ഞങ്ങളുടെ ആവറേജ് ടിക്കറ്റ് സൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് 30 to 40 പൈസ. അപ്പോൾ നമ്പേഴ്സ് വെച്ചുമ്പോൾ ഹ്യൂജ് നമ്പറാണ്. ബിക്കോസ് ഞങ്ങൾക്ക് 5 പൈസ ലേബൽ തൊട്ട് 1 രൂപേൻ്റെ ലേബലാണ് നമ്മുടെ പീക്ക് വരുന്നത്. സോ ആവറേജ് ഔട്ട് നോക്കുമ്പോൾ 40 to 45 പൈസയാണ് ഞങ്ങളുടെ ഒരു ടിക്കറ്റ് സൈസ് വരുന്നത്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ എത്ര കോടി പ്രിന്റുകൾ പോകണം എന്നുള്ളതല്ലേ. ആൻഡ് ജിബി, അതുപോലെ തന്നെ ഒരു ചോദ്യം. ജിബി ജോലി ചെയ്തൊരു സീനിയർ പോസ്റ്റ് എന്നാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ താങ്കളൊരു കംഫർട്ട് സോണിൽ വേണം
അദ്ദേഹം ചെയ്തിരുന്ന ബിസിനസ് നോക്കി സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ താങ്കൾ ചെയ്തത് വേറൊരു അതിക്രമം കൂടി കാണിച്ചു. ഉള്ള ബിസിനസ്സും കൂടി എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വളരുന്നത്. ഈ ജോലിയും സംരംഭവും ഇത് രണ്ടും അനുഭവിച്ച ഒരാളാണ്. ഇതിലേതാണ് നല്ലത്? ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. അപ്പം വെൻ ഐ മൂവ് ടു ദ ബിസിനസ്, ഈ കോർപ്പറേറ്റിലെ പ്രഷർ അറിയാമല്ലോ. ഇറ്റ്സ് സോ, ഞങ്ങളൊക്കെ ബാങ്കിങ്ങിലൊക്കെ വർക്ക് ചെയ്ത് ഇത്രയും വർഷം. സോ അവരെല്ലാവരും പറയും, ജിബി എടാ നീ ഇപ്പം ഭയങ്കര കംഫർട്ടായല്ലോ, ഇനി ഒന്നും നോക്കണ്ട, ബിസിനസ്സിൽ പോയി നിനക്ക് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പൈസ ഈ ടെൻഷൻ ഇല്ലല്ലോ, ബോസിന്റെ തെറിവിളിയും ബഹളമൊന്നും കേൾക്കണ്ടല്ലോ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒറ്റ ഇതുണ്ടായിരുന്നത്, എവിടെയായാലും പണിയെടുക്കണം. പണിയെടുക്കണം, അധ്വാനിക്കാതെ ഒരു വിജയം ഉണ്ടാവില്ല. സോ ഇപ്പം നമ്മള് ജോലിയിലാണെങ്കിലും പണിയെടുക്കണം, ബിസിനസ്സിലാണെങ്കിലും പണിയെടുക്കണം, റിസൾട്ട് വേണമെങ്കിൽ. ഇവിടുത്തെ ഒറ്റ ഡിഫറൻസ് ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ ടൈം ഇസ് വിതിൻ യുവർ കൺട്രോൾ. കറക്റ്റ്. മെയിൻ സംഭവം ഞാൻ കണ്ടേക്കുന്നത് അതാണ്. പിന്നെ പെർഫോമൻസിൽ സെക്കൻഡ് തിങ്, ഒരു ജോലിയിൽ നമ്മൾ 5 പേര് ഒരു ടീമിൽ ഒരേപോലെ പെർഫോം ചെയ്താൽ മാനേജ്മെന്റിന് 5 പേർക്കും ഒരേപോലെ ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റില്ല. അവിടെ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവും, സുപ്പീരിയേഴ്സ് ഉണ്ടാവും. ആൻഡ് ദർ ഇസ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ താഴെ പോവാം, ചിലപ്പോൾ മുകളിൽ പോവാം. ഇട്ടോ ബിസിനസ്സിൽ പെർഫോം ചെയ്ത റിസൾട്ട് നേരെ മുമ്പില്ല. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അതെ നമ്മുടെ കയ്യിലും. പക്ഷെ റിസ്ക് അതുപോലെ ഉണ്ട്. സോ ഓൺലി ഇഫ് യു ആർ പാഷനേറ്റ് and you are willing to take this forward, challenges face ചെയ്യണം, it is real fun. And work hard, കഠിനാധ്വാനം work hard. പണിയെടുക്കാതെ ഇതിൽ ഓടത്തില്ല. സോ ഐ ഓൾവേസ് ടെൽ, നമുക്ക് ടൈം നമ്മുടെ കൺട്രോളുണ്ട്. ബിക്കോസ് നമ്മൾ 24/7 ഓണാണ്. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ദാറ്റ് യു നീഡ് ടു ബി ഇൻ ഓഫീസ് ബൈ 9 or 9 o'clock. പക്ഷെ നമ്മൾ ലേറ്റ് വർക്ക് ചെയ്തിട്ടായിരിക്കും, നമ്മൾ ചിലപ്പോൾ 10-11 തന്നെ ആയിരിക്കും കാരണം ഇപ്പൊ സൺഡേ നമ്മൾ വർക്ക് ചെയ്യാം. ബിക്കോസ് നമ്മുടെ മൈൻഡിൽ ഫുൾ ടൈം ഒരു ഇഷ്യൂ വന്നാൽ വി ആർ ആക്റ്റീവ്. അതെ, അവിടെ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ഫോൺ ഓഫ് ചെയ്ത് നമുക്ക് ഇരുന്നാലും അവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ റെസ്പോൺസിബിൾ അല്ല. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹാർഡ് വർക്ക് ഇസ് റിക്വയർഡ് 2 സ്ഥലത്തും. ഇവിടെ അഡ്വാൻറ്റേജ് ടൈം ഇസ് അണ്ടർ യുവർ കൺട്രോൾ. ദാറ്റ് ഇസ് ദ. ഞാൻ താങ്കളുടെ ചോദ്യം തുടങ്ങിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഫ്രാൻസിസ് സർ, 2 മരുമക്കൾ എന്ന് പറയുന്നത് ശരിയല്ല. മക്കളെ പോലുള്ള 2 പില്ലേഴ്സ് ഇത് ഏറ്റെടുത്തു. താങ്കൾ വിശ്രമ ജീവിതം ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ കേട്ടു, ഒരു വ്യക്തി ഒരു സംരംഭം, അദ്ദേഹത്തിൻ്റെ പാഷൻ, അതിലേക്ക് അത് പഠിക്കാൻ ഇറങ്ങിയ ആ ഒരു കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം പഠിച്ചത്, നോക്കി കണ്ടുപഠിച്ചു എന്നൊക്കെ പറയുന്ന പോലെ. അത് പഠിച്ച് നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങി, അത് വളർത്തി. നമുക്കൊരു തിരിച്ചറിവ്, നമ്മളെക്കൊണ്ട് എവിടെ ചെയ്യാൻ പറ്റും. ഒരു നല്ല സംരംഭകന് തൻ്റെ പരിമിതികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. പരിമിതികൾ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആരോട് സഹായം ചോദിക്കാം. പക്ഷെ അദ്ദേഹം കൃത്യസമയത്ത് തന്നെ അത് കൈമാറണം. അദ്ദേഹം വളരെ നമുക്കൊരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മരുമക്കളെ 2 പേരെയും ബിസിനസ്സിൽ കൊണ്ടുവന്ന് 2 പേരെയും അദ്ദേഹത്തെ കൊണ്ടാവുന്ന രീതിയിൽ വളർത്തിയിട്ടാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷേ 2 പേരും അത് അവരുടെ കഴിവുകൊണ്ട് അത് വളർത്തുകയാണ് ഉണ്ടായത്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്യാത്ത ദിവസേന കാണുന്നതിൽ എപ്പോഴും നിങ്ങൾ ഓർത്തോളൂ, ഫെനിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ കോട്ടയത്തുണ്ട്. അവരുടെ പ്രോഡക്റ്റ് നമ്മൾ കൈകൊണ്ട് തൊട്ട് കാണും. കാരണം പാക്കേജിങ്ങിൽ അവരാണെന്ന് ലീഡ് ചെയ്യുന്നത്. അവരുടെ പ്രോഡക്റ്റ് ടച്ച് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും അവരുടെ ലേബിൾസ് ഉണ്ട്. അത് വലിയൊരു സംരംഭമാക്കി വളർത്താൻ ഇനിയും ഒരു മുകളിലേക്ക് കയറുകയാണ് വലിയ സ്വപ്നങ്ങളുമായിട്ട്. 2 പേരും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്കൊരു മാതൃക ഫാദർ ഇൻ ലോ ആൻഡ് സൺ ഇൻ ലോ. നിങ്ങൾ പരസ്പരം ഒരു ബഹുമാനം, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ വിജയവും. അതുകൊണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ, വലിയ രീതിയിൽ വളരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.